കേരളത്തിലുള്ളത് ഒരേ കടൽ തീരവും ഒരേ കരയുമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് കരിമണൽ തെക്കൻ കേരളത്തിൽ മാത്രം കാണുന്നത്? ആലപ്പുഴ മുതൽ തെക്കോട്ടുള്ള പ്രദേശങ്ങളിലാണ് കരിമണൽ കൂടുതലുള്ളത്. അപ്പോൾ എന്ത് ഭൗമ പ്രതിഭാസം കാരണമായിരിക്കും തെക്കൻ കേരളത്തിൽ മാത്രം കരിമണൽ ഉണ്ടായത്? ആദ്യം എന്താണ് കരിമണൽ എന്ന് നോക്കാം. ഉയർന്ന താപനിലയും മർദ്ദവും കാരണം രൂപപ്പെടുന്ന പാറ വർഷങ്ങളായി കാറ്റുകൊണ്ടും ജലം കൊണ്ടും ക്ഷയിച്ചും പൊടിഞ്ഞും മണലായി മാറിയതാണ് കരിമണൽ. ഇതുപോലെയുള്ള പാറകൾ എന്തുകൊണ്ട് തെക്കൻ കേരളത്തിൽ മാത്രം? കേരളക്കര, അത് മലബാർ ആയാലും തെക്കൻ കേരളമായാലും ഒരേ കാലത്ത് ഒരേ ഭൗമ പ്രതിഭാസം കൊണ്ടാണ് രൂപപ്പെട്ടത്. അതിന്റെ ഉത്തരം സഹ്യപർവ്വതത്തിലെ ഏറ്റവും വലിയ വിടവായ പാലക്കാട് ഗ്യാപ്പ് പറയും. പാലക്കാട് ഗ്യാപ്പിന് മുമ്പുള്ള സഹ്യപർവ്വതത്തിൽ നിന്നും ഒഴുകി വന്ന മണ്ണും ശേഷമുള്ള സഹ്യപർവ്വതത്തിൽ നിന്ന് ഒഴുകി വന്ന മണ്ണും വ്യത്യസ്തമാണ്. 10 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഇന്ത്യയുടെ കരയുള്ളത് ഗോണ്ട്വാനയിലായിരുന്നു. ഇന്ത്യൻ പ്ലേറ്റ് അകന്നു തുടങ്ങിയപ്പോൾ ഇന്ത്യ മുഴുവൻ ഒരേ ടൈപ്പ് മണ്ണ് തന്നെയാവണം ഉണ്ടായിരുന്നത്. പിന്നീട് ഇന്ത്യയിൽ പല ടൈപ്പ് മണ്ണുകൾ ഉണ്ടായി. അതെങ്ങനെയാണ് എന്ന് നോക്കാം. ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റിനോട് ചേർന്നപ്പോൾ കടലിന്റെ ഉള്ളിലെ മണ്ണ് ഉയർന്നു വന്നു. ഇന്ന് ഹിമാലയയുടെ ഉയർന്ന ഭാഗം നിർമ്മിക്കപ്പെട്ടത് കടലിന്റെ അടിയിൽ കാണുന്ന മെറൈൻ ലൈംസ്റ്റോൺ കൊണ്ടാണ്. എന്നാൽ ഹിമാലയത്തിന്റെ താഴ്ന്ന ഭാഗങ്ങളിൽ കാണുന്നത് മെറ്റാമോർഫിക് പാറയാണ്. ഈ ആനിമേഷൻ കണ്ടില്ലേ? ഇങ്ങനെയാണ് ഹിമാലയത്തിന് 2 ടൈപ്പ് പാറകൾ ഉണ്ടാകുന്നത്. ഇന്നത്തെ ഹിമാലയത്തിനും വിന്ധ്യ മലനിരകളുടെ ഇടയിലുമുള്ള പ്രദേശത്ത് മുമ്പൊരു കടലുണ്ടായിരുന്നു, ടെത്തിസ് കടൽ. പിന്നീട് കടൽ വറ്റിയപ്പോൾ മുമ്പ് പറഞ്ഞ മെറ്റാമോർഫിക് പാറയിലൂടെ ഒഴുകി വന്ന ധാതുക്കൾ നിറഞ്ഞ് ഇവിടെയെല്ലാം അലൂവിയൽ മണ്ണ് ഉള്ളതാക്കി മാറ്റി. എന്നാൽ ടെത്തിസ് കടലിന് തെക്കുള്ള പ്രദേശം, ഇന്നത്തെ വിന്ധ്യ മലനിരകൾക്ക് താഴെയുള്ള പ്രദേശം ലാവാ കല്ലുകൾ നിറഞ്ഞ് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രദേശമായിരുന്നു. നമുക്കൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റിൽ വന്നിടിക്കും മുമ്പ് 6 കോടി വർഷം മുമ്പ് ഡൈനോസറുകളെയെല്ലാം കൊന്നൊടുക്കിയ ആസ്ട്രോയിഡ് ഇടി നടന്നപ്പോൾ ഇടിയുടെ നേരെ എതിർവശത്താണ് ഒരു ദ്വീപായി ഇന്ത്യ ഉണ്ടായിരുന്നത്. ആസ്ട്രോയിഡ് ഇടിയെ തുടർന്ന് 3.5 ലക്ഷം വർഷത്തോളം ഈ പ്രദേശം, അതായത് വിന്ധ്യ മലനിരകൾക്കും സഹ്യപർവ്വതത്തിനും കിഴക്കൻ ഘട്ടത്തിനും ഇടയിലുള്ള പ്രദേശം ആകെ ലാവ കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു. തുടർന്ന് വർഷങ്ങൾ നീണ്ട കാലാവസ്ഥാ ക്ഷയം കാരണം ഈ പ്രദേശമാകെ ബസാൾട്ടിക് ലാവ കൊണ്ടുണ്ടാവുന്ന ബ്ലാക്ക് സോയിൽ കൊണ്ട് നിറയുകയും ചെയ്തു, ഇന്നത്തെ ഡക്കാൻ പീഠഭൂമി. എന്നാൽ ഈ പ്രദേശത്തിന് പുറത്ത് പശ്ചിമഘട്ടത്തിനും കിഴക്കൻ ഘട്ടത്തിനും ശേഷമുള്ള പ്രദേശത്ത് പണ്ടുള്ള അതേ മണ്ണ് തന്നെയാണ് ഉള്ളത്, കരിമണൽ. കേരളത്തിന് പുറമെ കരിമണൽ കാണുന്ന പ്രദേശമാണ് ഒറീസയും ആന്ധ്രയും തമിഴ്നാടുമെല്ലാം. പണ്ടെപ്പോഴോ ഭൂമി മുഴുവൻ ലാവ തിളച്ചപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിന് താഴെ വലിയ ആഴത്തിൽ ഉയർന്ന താപനിലയിലും മർദ്ദത്തിലുമുണ്ടായ വളരെ പഴക്കം ചെന്ന പാറ. ഈ പാറ മുകളിലെത്തുകയും കാറ്റും ജലവും കാരണം മണലായി മാറി പുഴയിലൂടെ ഒഴുകി കടലിൽ പതിച്ചു. പിന്നീട് കടൽ തിരമാലകൾ ഇവയെ കരയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയിട്ടു.